ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു അടിപൊളി ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹലുവ ഉണ്ടാക്കിയത് വന്നിട്ട് അമൃതം പൊടിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലുള്ള അവർ തന്നതാണ് കേട്ടോ അമൃതം പൊടി. അപ്പോൾ ഇത് ആദ്യം മക്കൾ നല്ല തിന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടോ ചോദിച്ചിട്ടപ്പോൾ അവർ തന്നതാണ്, അവരുടെ മക്കൾക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് തമിഴ്നാട്ടിലത്തെ ഉണ്ടപ്പൊടിയാണ് കേട്ടോ കിട്ടാറ്, മോളെ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് അതിനേക്കാളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ച് വെച്ചാണ്. ഇപ്പോഴാണ് അവർക്ക് തിന്നാനും സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ തിന്നാൻ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ച് ചിരകി അതിൻ്റെ പാലെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് ചിരവലാണ് ഇപ്പോൾ ഇവിടെ ടാസ്ക് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചിരവി എടുക്കാം. അപ്പോൾ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏലക്കായി 2 ഇതിലേ ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇടേണ്ടതാണ്, പക്ഷേ ഞാനത് തേങ്ങയിലേ ഇട്ട് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3-4 അച്ച് ബെല്ലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചായ കുടിക്കുന്നൊക്കെ ഗ്ലാസിൻ്റെ അളവിൽ നമുക്ക് അമൃതം പൊടി ഒരു 3 ഗ്ലാസ് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെറുതാകുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ബാലവാടി പൊടിയൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ ഇതിനേക്കാളും കുറച്ച് മഞ്ഞ കളറൊക്കെ ആയിരിക്കും, അതിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അന്നൊന്നും അത് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും തിന്നാനും പറ്റുന്നില്ല കേട്ടോ, നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അമൃതം പൊടിക്ക് ഞാൻ ആ തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അമൃതം പൊടിയും ബാലവാടി പൊടിയിലൊക്കെ നിറയെ ധാന്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, ഗോതമ്പ് റാഗിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ തരി ഉണ്ടാവും കേട്ടോ. അത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും തരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ ഇളക്കിയെടുക്കണം. പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ വെള്ളം കമ്മിയായത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കിയതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിക്കാതെ അങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കുകയോ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യൊന്നും ഫസ്റ്റൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ തന്നെ ഇരുന്നാണ് ഇതിട്ട് വേവിക്കുന്നത്. പിന്നെ നെയ്യൊക്കെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലിലുള്ള എണ്ണയാണ് കേട്ടോ ഈ കിനിഞ്ഞ് വരുന്നത്. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് ഇത് വേറിട്ട് വരുന്ന ടൈമാകുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് എള്ളും വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ള എള്ളാണ് ഇടുന്നത്. അപ്പോൾ അത് വറുക്കണോ വേണ്ടയോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എള്ളൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് തേങ്ങാപ്പാലിലായതുകൊണ്ട് നമുക്ക് നെയ്യൊന്നും ചേർത്തോളണമെന്നില്ല. അപ്പോൾ എള്ള് മാത്രം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ
കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായത് കൊണ്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഒഴിച്ച് വെക്കുന്ന പാത്രത്തിലേക്ക് എള്ള് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് സ്ക്വയർ പോലത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഞാൻ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ സ്ക്വയർ പാത്രത്തിലാണെങ്കിൽ ഒന്നും കൂടി കാണാൻ രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മേലെ വന്നിട്ട് നിറഞ്ഞു നിന്നു, പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പാത്രത്തിലേക്ക് കൊട്ടാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എള്ളും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ മേലെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെയാണ്, തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. നെയ്യ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ പ്രത്യേകിച്ച് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾ, ബാലവാടി പൊടി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കിട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. തേങ്ങാപ്പാലിൽ ഡയറക്റ്റായിട്ട് ഇത് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമൃതം പൊടി ഉള്ളവരൊക്കെ ഒന്ന് വേഗം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.